ഇന്ന് നമ്മളെല്ലാവരും കൂടി ഒരു കുഞ്ഞു യാത്ര പോയി. അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഈ യാത്ര പോകുന്നത് വേറെ എവിടെയല്ല, കുറച്ചധികം അമ്പലത്തിലാണ് കേട്ടോ. തലേ ദിവസം രാത്രി ഒരുപാട് സ്ഥലങ്ങളൊക്കെ തീരുമാനിച്ച് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്തതാണ് അമ്പലത്തിൽ പോകാമെന്നുള്ളത്. യാത്ര തുടങ്ങിയപ്പോഴേ ഞങ്ങൾ അമ്പലത്തിൽ പോവുക എന്നുള്ളൊരു വൈബ് മാത്രമല്ലായിരുന്നു കേട്ടോ. കുറച്ചധികം തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്താണ് പോയത്. അച്ഛനും വലിയച്ഛനും നാഗാലാൻഡിൽ പോയത് കാരണം അവർ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ പോകുന്ന ആദ്യത്തെ അമ്പലം. ഇത് കുമാരകോവിലാണേ. കുമാരകോവിൽ പോകുന്നതിന് മുന്നേ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴിയൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണേ. ഇതിന് മുന്നേ നിങ്ങൾ എൻ്റെ ഒരു വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പോയത് ഞാൻ ഇതിന് മുന്നേ ഒരു വ്ളോഗാക്കി ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്പലത്തിൽ കയറി നമ്മൾ കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ മേടിച്ചാണ് കയറിയതേ. നമ്മളെത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ഒരു ഉച്ച സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇവിടെ വരുമ്പോൾ ഒരു ഉച്ച സമയത്തേക്ക് നമ്മൾ വരുന്നത്. ഇവിടെ തന്നെ 3 അമ്പലമാണുള്ളത്. ഒന്ന് ശിവൻ്റെ അമ്പലമാണേ. ആ അമ്പലം ഓൾറെഡി അടച്ചിട്ടുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള 2 ദേവീക്ഷേത്രത്തിലാണ് നമ്മൾ കയറിയത്. ഇത് ആ പോകുന്ന വഴിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ അമ്പലത്തിൽ ഉച്ച സമയത്ത് വരുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അവിടുത്തെ പ്രസാദം കിട്ടി. ഈ പൊങ്കലും സാമ്പാറും പായസമായിരുന്നു അവിടുത്തെ പ്രസാദം. ആദ്യമായിട്ടാണ് കഴിക്കുന്നതെങ്കിലും ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഒത്തിരി ഇഷ്ടമായി. കാര്യം ആദ്യമായിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. അങ്ങനെ അമ്പലത്തിലെ പ്രസാദവും കാര്യങ്ങളൊക്കെ കഴിച്ച് ദീപാരാധനയൊക്കെ തൊഴുത് നമ്മൾ അവിടുന്ന് തൊട്ടടുത്തുള്ള അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണേ. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ പ്രസാദത്തിന് എന്തോ കാര്യങ്ങളാണ് വല്യമ്മയും അമ്മയും കൂടി എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിലേക്കാണ് അടുത്തതായിട്ട് പോകുന്നത്. പിന്നെ അങ്ങോട്ട് പോകുന്നതിന് മുന്നേ എന്തായാലും ഫോട്ടോ എടുക്കണമല്ലോ. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടുന്ന് ഒരു കുറച്ച് നടക്കാനുള്ളൂ അടുത്ത അമ്പലത്തിലോട്ട് പോകാൻ. എനിക്ക് ഈ അമ്പലത്തിലൊക്കെ പോകാമെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കേട്ടോ. കുറേ അധികം സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അമ്പലത്തിൽ പോകുക ഉള്ളത്. അത് ഇതേപോലെ ലോങ് ആയിട്ട് പോകുന്ന ഒരു അമ്പലമൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെയൊക്കെ പോകാനായിട്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഹാരവും കാര്യങ്ങളൊക്കെ കിട്ടി. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ക്യാഷ് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഡയറക്റ്റ് ഫാക്ടറി സെയിൽ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ക്യാഷും മിൽക്കും കൂടി മേടിച്ചു. അപ്പോൾ അതൊക്കെ മേടിച്ചാൽ നമ്മൾ നേരെ കാറിൽ കയറുകയാണ്. കാര്യം നല്ല വെയിലായിരുന്നു. ഉച്ച സമയമല്ലേ, നല്ല വെയിലായിരുന്നു കേട്ടോ. ആ വെയിലത്ത് നല്ല ചൂടൊക്കെ കൊണ്ട് നമ്മൾ നേരെ വന്ന് കാറിലോട്ട് കയറി. അവിടെ കയറിയപ്പോഴത്തേക്കും നമ്മൾ ഈ ക്യാഷും മിൽക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കാര്യം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് മേടിക്കുന്നത്. അപ്പോൾ ക്യാഷും മിൽക്ക് ട്രൈ ചെയ്യുന്നത് വിനുവാണേ. അപ്പോൾ വിനു പറഞ്ഞത് അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ല എന്നാണ്. അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ്. പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റുക. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുമാരകോവിലാണ് പോയത്. പക്ഷേ അവിടെ ഓൾറെഡി നമ്മൾ എത്തിയപ്പോൾ ലേറ്റ് ആയത് കാരണം തൊഴാൻ പറ്റിയില്ല. പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് കരിക്കും കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചായിരുന്നേ. തമിഴ്നാട്ടിലെ ബസ് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഒരു വീഡിയോ എടുക്കാൻ തോന്നി. കാര്യം ഇതേപോലെ വണ്ടികൾ കാണാൻ കുറവാണല്ലോ. പിന്നെ അപ്പം നോക്കിയപ്പോഴാണ് നമ്മുടെ ആനവണ്ടി തൊട്ട് പുറകെ ഉണ്ടായിരുന്നു. ആനവണ്ടി കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി. ലഞ്ച് കഴിച്ചില്ലല്ലോ എന്നിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മളെല്ലാവരും. അങ്ങനെ നമ്മൾ അവിടെയുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിട്ട് ഫുഡ് കഴിച്ചു. സ്വാഭാവികമായിട്ടും തമിഴ്നാട്ടിൽ പോയി നമുക്ക് ഫുഡ് കഴിക്കുമ്പം എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമില്ല. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. വലിയ അടിപൊളി ടേസ്റ്റ് എന്ന് പറയാനില്ല, പക്ഷെ കൊള്ളായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് നേരെ പോയത് ചെങ്കലിലോട്ടാണ് കേട്ടോ. ഒരുപാട് നാൾ കൊണ്ടുള്ള ആഗ്രഹമാണ് ചെങ്കലിൽ വരണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ നേരെ വന്നത് ചെങ്കൽ അമ്പലത്തിലോട്ടാണ്. നമ്മൾ വന്ന ടൈം അമ്പലം അടച്ചേക്കുമായിരുന്നു. പക്ഷേ നമുക്ക് അവിടെ ചുറ്റുപാടൊക്കെ കാണാൻ പറ്റി. പിന്നെ ഈ തത്തയുള്ള ഈ അങ്കിളിനെ കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു ഞങ്ങൾക്ക് ഇതെന്താണെന്ന് ചോദിക്കാനായിട്ട്. അങ്ങനെ ഞാനും എൻ്റെ കസിൻ സിസ്റ്ററും എല്ലാവരും നമ്മളവിടെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എല്ലാം സത്യമൊന്നും അല്ല കേട്ടോ. കുറേയൊക്കെ ഫേക്കാണ് ഇതൊക്കെ എന്ന് തോന്നി. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് കയറാൻ പോയപ്പോൾ അമ്പലം അടച്ചേക്കായിരുന്നു. പിന്നെ ഈ ശിവലിംഗം ഉണ്ടല്ലോ, ഇതിൽ ഉള്ളിൽ കയറാൻ പറ്റും. അത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് കയറുന്നത്. ഭയങ്കരമായിട്ട് വേർത്തായിട്ടുള്ളൊരു ഫീല് തോന്നി നമുക്ക്. എന്താ പറയുക, കൈലാസവും ദേവലോകവും ഒക്കെ കാണാൻ പറ്റും. അത്രയും നല്ല മനോഹരമായിട്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ചെയ്ത് വെച്ചേക്കുന്നത്.
അപ്പം അതൊക്കെ കാണാനായിട്ട് നമ്മൾ കയറി. പിന്നെ അതിന് മുന്നേ അവിടെയൊക്കെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അമ്പലം അടച്ചിരിക്കുന്നതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അവിടുന്ന് നമ്മൾ നേരെ പോയത് ശിവലിംഗത്തിൻ്റെ അടുത്തോട്ടാണ്. അമ്പലം കാണുമ്പോഴേ നല്ലൊരു റിലീഫാണ് കേട്ടോ തോന്നുന്നത്. മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നവർക്ക് ഇത് കറക്റ്റായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഈ അമ്പലത്തിൽ വരുമ്പം ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീൽ എന്താണെന്ന്. അങ്ങനെ നമ്മൾ അവിടെ നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. അപ്പം അവിടെ കുറച്ച് നേരം നമ്മൾ നിന്ന് കുറച്ചധികം സ്പെൻഡ് ചെയ്തു. കാര്യം വെയിലൊക്കെ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ വെയിലൊക്കെ താഴ്ന്നിട്ടാണ് നമ്മൾ അമ്പലത്തിലെത്തിയത്. അവിടെ കയറുന്നതിന് മുന്നേ കുറച്ച് മാലയും വളയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ശിവലിംഗത്തിൻ്റെ ഉള്ളിൽ കയറിയായിരുന്നു കേട്ടോ. അതായിരുന്നു ഏറ്റവും മനോഹരമായ ഒരു കാര്യം. അവിടെ നിന്നൊക്കെ നമ്മൾ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വന്ന് അമ്പലത്തിൽ തൊഴുതു. ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാര്യം വീഡിയോ അലൗഡ് അല്ല അവിടെ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ചായ കുടിക്കാൻ കയറി. ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ പോയത് വിഴിഞ്ഞത്തോട്ടാണ്. വിഴിഞ്ഞത്തോട്ട് ഹാർബറിൻ്റെ അവിടെയാണ് പോയത്. അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇങ്ങനെ ഇരുന്നു, ഹാർബറൊക്കെ കണ്ട് കുറച്ച് തിരമാലകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. പിന്നെ എവിടെ ചെന്നാലും സെൽഫി എടുക്കണമല്ലോ. അങ്ങനെ സെൽഫിയൊക്കെ എടുത്ത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അവിടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. അങ്ങനെ കുറച്ചധികം ഫിഷ് ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. വിഴിഞ്ഞം പോയാൽ ഏറ്റവും കിട്ടുന്നത് നമുക്ക് ഫിഷ് ഐറ്റംസാണ്. ചിക്കൻ കിട്ടൽ കുറവാണ്, പക്ഷെ നമുക്ക് നമ്മളെന്താ വിഴിഞ്ഞം ചിക്കൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വിഴിഞ്ഞം ചിക്കനൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചധികം ഫിഷ് ഫ്രൈ, തവ ഫ്രൈ, അങ്ങനെയൊക്കെ. നമ്മൾ കയറിയ ഹോട്ടലിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ഉണ്ടല്ലോ, അത് ഭയങ്കര മനോഹരമായിരുന്നു കേട്ടോ. നമ്മുടെ ആ വിഴിഞ്ഞ ഹാർബറാണ് കണ്ടത്. അതൊക്കെ കണ്ട് നമ്മൾ കുറച്ചധികം ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഈ സുലൈമാനിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. കപ്പ, തവ ഫ്രൈ, ഫിഷ് ഫ്രൈ, പിന്നെ എന്താ പൊറോട്ട, അപ്പം, വിഴിഞ്ഞം ചിക്കൻ, അങ്ങനെ കുറച്ചധികം സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ തൊട്ടടുത്തുള്ള ഒരു പെനിയിലോട്ട് പോയി. അവിടെ പോയി കുറച്ചധികം ഐസ്ക്രീംസ് ട്രൈ ചെയ്തു. ഇന്നത്തെ ഈ ഒരു യാത്ര എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പിന്നെ കാണാം.